സ്തുതിയായിരിക്കട്ടെ. ഫലം വേണ്ടവർ വൃക്ഷത്തിന്റെ അടുക്കൽ പോകുന്നു, ഈശോയെ വേണ്ടവർ മറിയത്തിന്റെ അടുക്കൽ പോകുന്നു. മറിയത്തെ കണ്ടെത്തുന്നവർ ഈശോയെ കാണും. ഇന്ന് ഓഗസ്റ്റ് 1 സീറോ മലബാർ സഭ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ അൽഫോൺസ് ലിഗോരി വേദപാരംഗതന്റെ പ്രസിദ്ധമായ വാക്കുകളാണിവ. സ്നേഹമുള്ളവരെ, ഈ മാസം ആരംഭത്തിലെ നാം ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് മറിയത്തിന്റെ മധ്യസ്ഥം തേടുക എന്നത്. മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് ഈശോയോട് തന്നെയാണെങ്കിലും മറിയത്തോട് ചേർന്ന്. അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം ഈ കഴിഞ്ഞ മാസത്തിലൊക്കെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക എന്നതോടൊപ്പം തന്നെ ഈ ഒരു മാസം കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും കൂടുതൽ സ്നേഹിക്കുവാനും കൂടുതൽ മഹത്വപ്പെടുത്തുവാനും സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും വേണം. രാജാക്കന്മാരുടെ 1 പുസ്തകത്തിൽ 3 അധ്യായത്തിലെ സോളമന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായിട്ട് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. അതിപ്രകാരമാണ്: നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിലെ സോളമൻ നടത്തിയ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയല്ലായിരുന്നു, തന്റെ ജനത്തെ സേവിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു സോളമൻ എന്ന് നടത്തിയിരുന്നത്. ഈ പ്രാർത്ഥനയ്ക്കാണ് കർത്താവ് ഇത്തരത്തിൽ മറുപടി പറഞ്ഞത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുമ്പോൾ, ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സൽപ്രവൃത്തികൾ, ഇതെല്ലാം കർത്താവിന്റെ മുൻപിൽ വിശിഷ്ടമായതാണെന്ന് നാം മനസ്സിലാക്കണം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നമുക്കുള്ള സൽപ്രവൃത്തികൾ അത് നമുക്ക് വേണ്ടി കർത്താവ് മുൻപേ തന്നെ ഒരുക്കൂട്ടി വെച്ചിരിക്കുന്നു. അതൊന്നും നമ്മുടെ മഹത്വമല്ല, അതിൽ നമുക്ക് അഭിമാനിക്കുവാനും അവകാശമില്ല. എന്നാൽ ആ സൽപ്രവൃത്തികൾ ദൈവമാണ് നമുക്ക് മുൻകൂട്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള വലിയ ബോധത്തോടുകൂടി മറ്റുള്ളവരെ സഹായിക്കാൻ ലഭിക്കുന്ന കൊച്ചു കൊച്ചു സഹായങ്ങളായാലും അവരെ സഹായിക്കാൻ ലഭിക്കുന്ന അവസരം നാം വിനിയോഗിക്കുക തന്നെ വേണം. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും അത് മറ്റുള്ളവർക്ക് ഉള്ള ഒരു സഹായം തന്നെയാണ്. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതും ആ ആത്മാക്കൾക്ക് ചെയ്യുന്ന ഒരു സഹായമാണ്. അതിനാൽ തന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഒക്കെ ദൈവം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ ജീവിതത്തിലെ, നമ്മളായിരിക്കുന്ന മേഖലയിലെ, നമ്മുടെ ജോലി മേഖലയിലെ, നമ്മുടെ സാമ്പത്തിക മേഖലയിലെ, നമ്മുടെ കടബാധ്യതകളിലെ, നമ്മുടെ വേദനകളിലെ, നമ്മുടെ രോഗങ്ങളിലൊക്കെ കർത്താവ് വളരെയധികം ആശ്വാസം നൽകുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും നിങ്ങളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട വ്യക്തികൾ പ്രത്യേകിച്ച് സമർപ്പിക്കണം. ഈ ഗ്രൂപ്പിലൂടെ നാം പറയുന്ന ഒരു കാര്യം മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിരസത തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റിക്കളയണം. നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കാര്യങ്ങൾ ദൈവം ഏറ്റെടുക്കും എന്നുള്ളത് സത്യമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടുന്ന പ്രകൃതി ദുരന്തങ്ങൾ, ഭൂകമ്പങ്ങൾ, മഴക്കെടുതികൾ, യുദ്ധം, അരക്ഷിതാവസ്ഥ, ഇതെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ലോകം മുഴുവൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ശക്തി ഈ ലോകത്ത് പ്രകടമാകുന്നതാണ്. ഓരോ ക്രിസ്ത്യാനിയും യഥാർത്ഥത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് അവനവന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാണ്. നാം ഓരോ വ്യക്തികളോടും നമുക്ക് വേണ്ടി പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. വചനം ഇപ്രകാരം പറയുന്നു: മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ നീ അവരോട് പെരുമാറുകയും. നമ്മൾ അവരോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായും നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം മറക്കരുത്. യാബസ് പ്രാർത്ഥിച്ചതുപോലെ: കർത്താവേ, എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. നമ്മുടെ എന്തൊക്കെ അതിരുകളാണ് വിസ്തൃതമാക്കേണ്ടത്? സ്നേഹത്തിന്റെ അതിരുകൾ, നമ്മുടെ പ്രാർത്ഥനയുടെ അതിരുകൾ, നമ്മുടെ ക്ഷമയുടെ അതിരുകൾ, നമ്മുടെ സാഹോദര്യത്തിന്റെ അതിരുകൾ, പരസ്നേഹ പ്രവൃത്തികളുടെ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഫലമായി ആ വചനത്തിന്റെ അവസാനം പറയുന്നു: അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ദൈവം നമുക്ക് നൽകും എന്നുള്ളത് തീർച്ച തന്നെയാണ്. നമ്മുടെ ഓരോ വാക്കിനാൽ നാം നീതീകരിക്കുന്നു, നമ്മുടെ പ്രവൃത്തിയിലൂടെ നാം നീതീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ പ്രവൃത്തികൾക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വാക്കുകൾക്കും ഒക്കെ കണക്ക് വെച്ചിരിക്കും എന്നുള്ള വലിയൊരു കാര്യം നാം വിസ്മരിച്ചുകൂടാ. സ്നേഹമുള്ളവരെ, ഈ നിമിഷം നമുക്ക് നമ്മളൊരു പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടുള്ള എല്ലാ വ്യക്തികളെയും സമർപ്പിക്കാം. രോഗികളായിട്ട് വേദനിക്കുന്നവരെ, യുദ്ധക്കെടുതിയിൽ വേദനിക്കുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ തടസ്സം അനുഭവിക്കുന്നവരെ, വിദേശത്ത് ജോലിക്കുള്ള യാത്രയിൽ തടസ്സം അനുഭവിക്കുന്നവരെ, വിദേശത്ത് ജോലിയിൽ തടസ്സം അനുഭവിക്കുന്നവരെ, സാമ്പത്തിക മേഖലയിൽ തടസ്സം അനുഭവിക്കുന്നവരെ, കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ വേദനിക്കുന്നവരെ, കുടുംബ ബന്ധങ്ങളിൽ വേദനിക്കുന്നവരെ, മക്കളെ ഓർത്തുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് വേദനിക്കുന്ന മക്കൾ, പരസ്പരം വേദനിക്കുന്ന സഹോദരങ്ങൾ, പരസ്പരം ശത്രുതയിലായിരിക്കുന്ന അയൽവാസികൾ, അയൽക്കാരുകൾ, ദൈവമേ, എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരിലൊക്കെ കർത്താവിന്റെ വലിയ കൃപ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ തടസ്സങ്ങളും എടുത്ത് മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മധ്യസ്ഥ ഗ്രൂപ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈ ഗ്രൂപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായും ഈ ഗ്രൂപ്പിലൂടെ ഒത്തിരി മക്കൾക്ക് ആശ്വാസവും ആനന്ദവും സന്തോഷവും സ്നേഹവും കരുതലും ഒക്കെ ലഭിക്കുന്നുള്ള വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. ഈ നിമിഷം നമുക്ക് ആയിരിക്കുന്ന അവസ്ഥയിലെ നമുക്ക് ആവുന്നത് പോലെ നമുക്ക് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്തുതിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു. സ്തുതി 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 ആരാധന മഹത്വം 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന, യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി 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 കർത്താവ് ആരാധിക്കുന്ന കർത്താവ് മഹത്വപ്പെടുന്നു ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അവിടുത്തെ വലിയ അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. സഹീൻ മാളികയിൽ അങ്ങ് നൽകിയ അഭിഷേകത്തെ പോലെ കർത്താവ് ഞങ്ങൾ അവിടുത്തെ അഭിഷേകം ചൊരിയണം. കർത്താവ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു. സ്തുതി 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 ആരാധന മഹത്വം 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏറ്റുചൊല്ലാം. സ്നേഹനിധിയായ നല്ല തമ്പുരാനെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു. പാപികളും ബലഹീനരുമായ അടിയങ്ങളെ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അങ്ങ് എളിമപ്പെടുത്തണമേ. അങ്ങയുടെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അവിടുന്ന് കടാക്ഷിക്കണമേ. ഹൃദയങ്ങൾ അറിയുന്ന നല്ല തമ്പുരാനെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ജീവിത മേഖലകളിലേക്കും അവിടുത്തെ കൃപ ധാരാളമായി ചൊരിയണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. ലോകത്ത് സമാധാനവും ശാന്തിയും വർദ്ധിപ്പിക്കണമേ. സഭയിൽ ഐക്യവും വിശുദ്ധിയും വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ഭരണാധിപന്മാർക്ക് നീതിബോധവും നന്മയും നൽകണമേ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകണമേ. പരിശുദ്ധ അമ്മേ മാലാഖമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. ഈ ലോകത്ത് ഇന്ന് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളുടെ യോഗ്യതയാൽ പിതാവായ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ.